മനുഷ്യരായ ഹോമോസാപ്പിയൻസിൽ നിന്നുള്ള മറ്റൊരു ജനറ്റിക് വിഭാഗത്തിൽപ്പെട്ട അണ്ടർ വാട്ടറിൽ ജീവിക്കാൻ സാധിക്കുന്ന റേസാണ് ഹോമോ മർമാനസ് എന്ന് വിളിക്കുന്ന അറ്റ്ലാന്റിയൻസ്. പല കാരണങ്ങൾ കൊണ്ട് വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയ പുരാതന നഗരമായ അറ്റ്ലാന്റിസിൽ നിന്നാണ് ഇവർക്ക് അറ്റ്ലാന്റിയൻസ് എന്ന പേര് കിട്ടുന്നതെങ്കിലും ലെമൂറിയൻസ്, സബ്മറൈനേഴ്സ്, വോഡാനി, ടലോക്കണിൽ എന്നീ പേരുകളിലും ഇവർ അറിയപ്പെടുന്നു. ബിൽ എവററ്റ് ക്രിയേറ്റ് ചെയ്ത് 1939 മോഷൻ പിക്ചർ ഫണ്ണേഴ്സ് വീക്ക്ലി കോമിക്സിന്റെ ഫസ്റ്റ് ഇഷ്യൂയിലൂടെ വന്ന ഇവരുടെ ഒറിജിൻ പസഫിക് ഓഷ്യന് അടിത്തട്ടിലേക്കടങ്ങായ മിൻഡനാവോ ഡീപ്പിലെ ഒരു സീക്രട്ട് പാസേജിലൂടെയും അറ്റ്ലാന്റിയൻസ് ആദ്യമായി ഒറിജിനേറ്റ് ചെയ്ത പ്ലാനറ്റിലൂടെയും എർത്തുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വാട്ടർ വേൾഡായ വോഡാനിലാണ്. എന്നാൽ പിന്നീട് അറ്റ്ലാന്റിയൻസ് എർത്തിലേക്ക് വന്നതിന്റെ ഹിസ്റ്ററിയും മറ്റുള്ള വിവരങ്ങളുമെല്ലാം കാലക്രമേണ നഷ്ടപ്പെട്ടതിനാൽ ഇവരിൽ തന്നെയുള്ള ലെഗോമാൻസറിനെ പോലെയുള്ളവരുടെ ഒരു കാര്യങ്ങളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവരുടെ ഒറിജിൻസിനെ പറ്റിയുള്ള തിയറീസിൽ ഇൻഹ്യൂമൻസ് ആൻഡ് ഡീവിയൻസ് കാരണമായുണ്ടായ ജനറ്റിക് മാനിപ്പുലേഷൻ കാരണമാണിതെന്നും അണ്ടർ വാട്ടറിൽ സർവൈവ് ചെയ്തുണ്ടായ നാച്ചുറൽ എവല്യൂഷനും അഡാപ്റ്റേഷനുമാണെന്നും പറയുന്നുണ്ടെങ്കിലും ഒന്നും ക്ലിയർ അല്ല. നെപ്റ്റ്യൂൺ എന്ന പൊസൈഡൻ ഈഗസിന്റെ അഭിപ്രായ പ്രകാരം ഇതൊക്കെ മാജിക്കൽ മാനിപ്പുലേഷൻ ആണെന്ന് പറഞ്ഞെങ്കിലും ഇതെല്ലാം നെപ്റ്റ്യൂണിൽ നിന്നുള്ള ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ആണെന്ന് കരുതുന്നവരുമുണ്ട്. പിന്നീട് 10,000-ലധികം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വലിയ ദുരന്തമായ ഗ്രേറ്റ് കാറ്റാക്ലിസം വരെയാണ് അറ്റ്ലാന്റിസ് വെള്ളത്തിനടിയിലേക്ക് മുങ്ങി അവിടെ ഒരു സിവിലൈസേഷൻ തന്നെ ഉണ്ടാകാൻ തുടങ്ങിയത്. അങ്ങനെ അവിടുന്ന് തുടങ്ങി മാർവൽ കോമിക്സിൽ 6000 BC മുതൽ ഇന്ന് വരെയുള്ള വലിയൊരു ചരിത്രം തന്നെയുണ്ട് അറ്റ്ലാന്റിയൻസിന് പറയാൻ. വേൾഡ് വാർ 2 നാസീസിനോട് പോരാടിയവർ പലതവണ സൂപ്പർ ഹീറോസിനോടും വില്ലൻസിനോടും വകാണ്ടൻസിനോടും വരെ പോരാടിയിട്ടുണ്ട്. പിന്നീട് അറ്റ്ലാന്റിയൻ പ്രിൻസസ് ആയ ഫിന്നിനും സീ ക്യാപ്റ്റനായ ലിയോനാർഡോ മക്കൻസിക്കും ഉണ്ടായ ആദ്യത്തെ ഹ്യൂമൻ അറ്റ്ലാന്റിയൻ ഹൈബ്രിഡാണ് നമുക്കെല്ലാം അറിയാവുന്ന നെമോർ ദി സബ്മറൈനർ. ഇനി MCUയിലേക്ക് വന്നാൽ അക്വാമാനുമായുള്ള സിമിലാരിറ്റി മാറ്റാൻ വേണ്ടി അറ്റ്ലാന്റിയൻസിനെ തലോക്കൻ എന്ന അണ്ടർ വാട്ടർ സിറ്റിയിൽ ജീവിക്കുന്ന തലോക്കനിൽ എന്ന പേരിലാണ് കാണിക്കുന്നത്. ഇവരുടെ പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ ഏകദേശം 12,000-ന് മേലെ അറ്റ്ലാന്റിയൻസ് ആണ് അറ്റ്ലാന്റിസിൽ ജീവിക്കുന്നത്. സർഫസ് വേൾഡിനെ വെച്ച് നോക്കിയാൽ സയൻസിലും വെപ്പൻസിലും നല്ല കൾച്ചറൽ ഡിഫറൻസ് ഉള്ള ഇവർക്ക് സ്പോക്കൺ ആൻഡ് റിട്ടൺ ലാംഗ്വേജസ് ഉണ്ടെങ്കിലും സംസാരം കൂടുതലും സൈനിങ് ആയും വോക്കൽ സൗണ്ട്സുമായും ഒക്കെയാണ് ചെയ്യുന്നത്. ഏരിയൽ സബ്മറൈൻ, പെട്രോൾ ക്രാഫ്റ്റ്, പിൻസർ ടാങ്ക് പോലത്തെ വാഹനങ്ങളും വാട്ടർ ബ്രീത്തിംഗ് സിസ്റ്റം, വൺ മാൻ പ്രൊപ്പൽഷൻ സിസ്റ്റം, ടർട്ടിൽ ട്രാൻസ്പോർട്ട്സ്, എയർ ബ്രീത്തിംഗ് സെറം തുടങ്ങിയ വെപ്പൻസും ഇവർക്കുണ്ട്. അറ്റ്ലാന്റിയൻസിന്റെ സിസ്റ്റർ സ്പീഷീസ് ആണ് ലെമൂറിയൻസും അതിൽ തന്നെ റെയർ ആയിട്ടുള്ള സൈറൻസും. ഇനി ഇവരുടെ പവേഴ്സിനെ കുറിച്ച് നോക്കിയാൽ അണ്ടർ വാട്ടർ ബ്രീത്തിംഗ് കൂടാതെ കടലിലെ ഡാർക്ക്നെസ്സിൽ വരെ കാണാനുള്ള സെൻസസും 4 ടൺസ് വരെ ഉയർത്താനുള്ള സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്തും 30-35 മൈൽസ് പെർ അവർ സൂപ്പർ ഹ്യൂമൻ സ്പീഡും റേഡിയേഷനോട് ഇമ്മ്യൂണിറ്റിയും ഉള്ള ഇവർക്ക് 10 മിനിറ്റിൽ കൂടുതൽ ആർട്ടിഫിഷ്യൽ സഹായമില്ലാതെ വെള്ളത്തിന് പുറത്ത് നിൽക്കാനാവില്ല എന്നതാണ് മെയിൻ വീക്ക്നെസ്.